ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാറ്റ സിയറയുടെ ഏറ്റവും ബേസ് മോഡലായ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. എക്സ്റ്റീരിയറിൽ കാണുമ്പോൾ ആക്ച്വലി വണ്ടി നമുക്ക് അധികം ഡിഫറൻസ് തോന്നുന്നില്ല, അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് കുറവുകളൊക്കെ തോന്നും, കാരണം ഇത് ബേസ് മോഡലാണ്. 11.5 ലാക്സ് എക്സ്ഷോറൂം പ്രൈസിൽ നമുക്ക് കിട്ടുന്ന വണ്ടിയാണിത്. അതായത് ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു 13.5 to 14 ഇടയിലൊക്കെ ആയിട്ട് വരും. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ആണ് വരുന്നത്. DRLസിൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. സെയിം നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള DRLs തന്നെയാണ് ബേസ് മോഡലും കിട്ടുന്നത്. ഫ്രണ്ടിൽ സിയറ എന്ന് പറഞ്ഞ റൈറ്റിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ LED ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. ഫോഗ് ലാമ്പ് താഴെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ്സും ഈ വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെയാണ് മൊത്തത്തിൽ വരുന്നത്, അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ ടോൺ ഫിനിഷാണ് മൊത്തത്തിൽ കിട്ടുന്നത്. അത് എല്ലാ വേരിയൻസിലും അവർ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇത് പഴയ സിയറയുടെ ആ ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ വരുന്നതുകൊണ്ട് സി പില്ലറിൻ്റെ അവിടം വരെയും അതുപോലെ ബി പില്ലറിൻ്റെ ബാക്കിലോട്ടും അത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് തീം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി അത് നല്ലൊരു കാര്യമാണ്, ടോപ്പ് ആൻഡ് സെയിം ഫിനിഷാണ് കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മിറേഴ്സ് ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഏതായാലും ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കിട്ടുന്നുണ്ട്, അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ വീൽസിലേക്ക് വരികയാണെങ്കിൽ 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്, അലോയ്സ് ഒന്നുമില്ല. പക്ഷേ 17 ഇഞ്ച് റിംസ് ഉണ്ട്, സോ അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിനകത്ത് നല്ല ഹൈ പ്രൊഫൈൽ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ 19 ഇഞ്ച് അലോയ്സ് 18 ഇഞ്ച് അലോയ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ 19 ഇഞ്ച് ആണെങ്കിൽ അതിനകത്ത് 55 ആണ് എൻ്റെ പ്രൊഫൈൽ വരുന്നത്. അതിലും കുറവാണ്, അതിലും കൂടുതലാണ്, 65 ആയിരിക്കണം. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. വിഡ്ത്തും 215 ആവാനാണ് സാധ്യത. എനിവേ നമുക്ക് ഇനി ബാക്കി നോക്കാനാണ്, അതായത് ബാക്ക് നോക്കാനാണെങ്കിൽ ഇവിടെയും നമുക്ക് സെയിം ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ടോപ്പ് എൻഡിൽ വരുന്ന അതേ ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിയുടെ ബേസ് മോഡലും അവർ കൊടുത്തിരിക്കുന്നത്. സിയറയുടെ ബാഡ്ജിങ് ഉണ്ട്, അഗൈൻ ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിങ്, അതുപോലെ തന്നെ താഴത്തെ സിൽവർ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ബാക്കിൽ വൈപ്പർ ഒന്നും നിങ്ങൾ ബേസ് മോഡൽ പ്രതീക്ഷിക്കരുത്, അതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ഡിസൈൻ. ലെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, 4.3 മീറ്റേഴ്സിൻ്റെ മുകളിലായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 1.8 മീറ്റേഴ്സിന് മുകളിൽ ഓൾമോസ്റ്റ് 1.9 മീറ്റേഴ്സിനടുത്ത് വിഡ്ത്ത് ഉണ്ട്. വീൽ ബേസ് 2.7 മീറ്റേഴ്സിന് മുകളിലുണ്ട്, ഈ സെഗ്മെന്റിൽ ഏറ്റവും വലുതാണ്. ആൻഡ് ഹൈറ്റും 1.7 മീറ്റേഴ്സിന് മുകളിലുണ്ട്, അതും ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഈ വണ്ടിക്ക് തന്നെയാണ്. സോ അതാണ് ഡയമെൻഷൻസിന്റെ കേസ്. ഇനി ഇന്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് കുറച്ച് കോസ്റ്റ് കട്ടിങ് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് കോസ്റ്റ് കട്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതായത് EPB അവൈലബിൾ ആണ്. അതിന് സ്വിച്ച് ഒന്നും ഇല്ല, പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയാണ്. ടോപ്പ് എൻഡിലാണെങ്കിൽ ഈ ഒരു സെയിം സിസ്റ്റം ആണ് വരുന്നത്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടോ ഇടാതിരിക്കോ അതിനൊക്കെ അനുസരിച്ചൊക്കെയാണ് ഈ സാധനത്തിൻ്റെ അത് പ്രോസസ്സ് ആവുന്നത്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹിൽ ഡീസും കൺട്രോൾ ഇല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റിലാണ് കിട്ടുന്നത്. സ്റ്റിയറിംഗ് വീല് 4 സ്പോക്ക് വീലാണ്, പക്ഷേ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോൾസ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ്. അതുപോലെ 4 പവർ വിൻഡോസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ORVMs, അതായത് ഔട്ട്സൈഡ് റിയർ വിമറുകളെല്ലാം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു മോഡൽ മുതൽ പറ്റും. സ്പീക്കർ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഹെഡ്സപ്പ് ഡിസ്പ്ലേ, അതായത് നമ്മുടെ ഒരു ഫ്രീ സ്റ്റാൻഡിങ് യൂണിറ്റ് ആയിട്ടാണല്ലോ വരുന്നത്, അല്ലാണ്ട് ഡാഷ്ബോർഡിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് അല്ലല്ലോ. അതുകൊണ്ട് അവരവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കിട്ടുന്നത്. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ പുറത്തും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും അത് ഇച്ചിരി പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഫിറ്റ് ആയിട്ടുള്ള, അതായത് സൈസിന് പറ്റിയ സാധനം വാങ്ങേണ്ടി വരും. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, മാനുവൽ AC കൺട്രോൾസ് ആണ്, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ടച്ച് ബേസ്ഡ് കൺട്രോൾസിലാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് ഏകദേശം ടോപ്പ് എൻഡ് പോലത്തെ ഫിനിഷ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC വേണമെന്നുണ്ടെങ്കിൽ അതിന് പ്യുവർ പ്ലസിലോട്ട് പോകേണ്ടി വരും. സ്മാർട്ട് പ്ലസിലും അതുപോലെ തന്നെ പ്യുവറിലും രണ്ടിലും ഇതുപോലത്തെ ഡിജിറ്റൽ കൺട്രോൾസ് ആയിരിക്കും, പക്ഷേ ഓട്ടോ AC അല്ല, നോർമൽ മാനുവൽ AC തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു കൺട്രോൾ പാനൽ ആയതുകൊണ്ട് അത്യാവശ്യം പ്രീമിയം ആണ്, ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു പ്രശ്നം തോന്നില്ല. പിന്നെ നമ്മുടെ മാനുവൽ ഡേനേറ്റ് IRVMs ഉണ്ട്, മുകളിൽ ക്യാബിൻ ലാമ്പും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ബാക്കിൽ ക്യാബിൻ ലാമ്പ്, ബാക്കിലും ക്യാബിൻ ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ്സ് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫിനിഷിലാണ് വരുന്നത്. ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ പ്ലസിലോട്ട് പോകേണ്ടി വരും. പക്ഷേ മൾട്ടി കളർ സീറ്റ്സ് ആണ്, ബ്ലാക്ക് ആൻഡ് ഒരു കൈൻഡ് ഓഫ് വൈറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് ആംബ്രസ്റ്റ് ഉണ്ട്, അതിൽ സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റിയാണ് അത് വരുന്നത്. ഇനി ബാക്കിലത്തെ സീറ്റിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നടുവിൽ വരുന്നില്ല. അതുപോലെ തന്നെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ആംബ്രസ്റ്റും ബാക്കിൽ കിട്ടുന്നില്ല.
സ്പേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അത് നമുക്കറിയാലോ എന്താണ് ടോപ്പ് എൻഡിൽ കിട്ടുന്നത് ആ സ്പേസ് തന്നെയായിരിക്കും നമുക്ക് എല്ലാ വേരിയൻസിലും കിട്ടാൻ പോകുന്നത്. സൺറൂഫും ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നില്ല. സൺറൂഫ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റ്, അതായത് പ്യുർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലിലേക്ക് പോകേണ്ടി വരും. ഇത് ഈ ഒരു മോഡൽ 11.5 lakhs എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ഈവൻ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിലും വെൽ പാക്ഡ് ആണ്. 6 എയർ ബാഗ്സ് ഉണ്ട്, അതുപോലെ 20 ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഫീച്ചേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹിൽ ഹോൾഡർ അസിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 വീൽസിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ABS TVD ഒക്കെ പിന്നെ ഇപ്പോൾ നോർമലാണ്, അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. സോ അത്രയാണ് ആ ഒരു ആസ്പെക്റ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിലും 2 എഞ്ചിനാണ് ബേസ് വേരിയന്റിൽ കിട്ടുന്നത്. ഒന്ന് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. അത് നമുക്ക് അറിയാം 106 PS പവറും അതുപോലെ 145 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ മാത്രമാണ് ഈ ഒരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ കിട്ടുന്നത്. പിന്നെ ഡീസൽ എടുക്കുകയാണെങ്കിൽ അതാണ് അടുത്ത എഞ്ചിൻ വരുന്നത്. 1.5 ഹൈപ്പീരിയം ആണ്, അതായത് ടർബോ പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വഞ്ചർ പ്ലസ് മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകേണ്ടി വരും. അതുവരെ അത് കിട്ടുന്നില്ല. പിന്നെ അത് ആകെപ്പാട് ഓട്ടോമാറ്റിക്കലി മാത്രമേ ഉള്ളല്ലോ. ഇത് നമുക്ക് മാനുവലാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. അതായത് പ്യുവർ വേരിയന്റ് പ്യുവർ പ്ലസ് അങ്ങോട്ടൊക്കെ നമുക്ക് DC ഓട്ടോമാറ്റിക് 1.5 എണ്ണ പെട്രോൾ കിട്ടുന്നതായിരിക്കും. ഇനി ഡീസൽ എടുക്കുകയാണെങ്കിൽ അതിലും നമുക്ക് പ്യുവർ അതുപോലെ പ്യുവർ പ്ലസ് ആ റേഞ്ച് മുതലാണ് ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ് അത് വരുന്നത്. ഇതിനകത്ത് സെയിം എഞ്ചിനൊക്കെ സെയിം ആണ്. 118 bhp 260 Nm ടോർക്കാണ് വരുന്നത്. പക്ഷേ 6 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുള്ളൂ, ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ് അതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ബേസ് മോഡലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമല്ല. ആൻഡ് പ്രൈസ് ആണെങ്കിലും 12.99 lakhs ആണ് ഇതിൻ്റെ എക്സ്-ഷോറൂം വരുന്നത്. അത് ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15-ന് മുകളിൽ പോകും. 15.5 16 ആ റേഞ്ചിലൊക്കെ ആവുമായിരിക്കും. എന്തായാലും നിങ്ങൾ എഫിഷ്യൻസി ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഡീസൽ എടുത്താൽ അത്യാവശ്യം നല്ല എഫിഷ്യൻസി കിട്ടും. നെക്സോണിൻ്റെ സെയിം ഡീസൽ എഞ്ചിനാണ്, ക്രയോജെറ്റ് എന്ന് പറയും. ഇനി നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കാതെ ഇതിൻ്റെ അടുത്ത വേരിയന്റിലേക്ക് പോകുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസിൽ വ്യത്യാസം വരുന്നത്. പ്യുവർ എന്ന് പറഞ്ഞ മോഡൽ. അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങൾ ക്രൂസ് കൺട്രോൾ, അതുപോലെ ഒരു പുതിയ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. അതായത് 10.5 ഇഞ്ചാണ് അതിൻ്റെ അകത്ത് വരുന്ന സൈസ്. അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഇൻഫോടൈം സിസ്റ്റം ഒന്നും കിട്ടുന്നില്ല. ക്ലസ്റ്ററൊക്കെ സെയിം ആണ്. ഇതിൻ്റെ അകത്ത് അത്ര നല്ല ക്ലസ്റ്റർ ഒന്നും അല്ല അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വലിയ രീതിയിൽ പറയാനും പറ്റില്ല. ആകെപ്പാടെ ചെറിയൊരു ഡിസ്പ്ലേ, അതായത് ഏകദേശം 5 to 6 ഇഞ്ചിൻ്റെ അടുത്ത സൈസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ക്ലസ്റ്ററിൽ വരുന്നത്. ബാക്കിയെല്ലാം നോർമൽ അനലോഗ്, അതായത് നമ്മുടെ ഈ ഹാരിയറിൻ്റെ ഒക്കെ ഒരു ഫേസ് ലിഫ്റ്റിൽ അവർ ക്ലസ്റ്റർ കൊടുത്തായിരുന്നു. ഈ പുതിയ വന്ന വണ്ടിയിലല്ല, അതിന് മുന്നേ ചെറിയൊരു അപ്ഡേറ്റ് കൊടുത്ത സമയത്ത് ഒരു ക്ലസ്റ്റർ വന്നു. അതൊക്കെ തന്നെയാണ് ബേസ് മോഡൽ മുതൽ ഇതിനകത്തും കിട്ടുന്നത്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ പിന്നെ എല്ലാ വണ്ടികളും കോമൺ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് പിന്നെ നമുക്ക് പ്യുവർ വേരിയന്റിനകത്ത് വരുന്നത് 17 ഇഞ്ച് അലോയ്സ് ആണ്. ഇതിനകത്ത് നോർമൽ സ്റ്റീൽ റിംസ് ആണല്ലോ, അത് ആഡ് ആവും. അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സേ ഉള്ളൂ. 1.5 ലക്ഷം രൂപയ്ക്ക് വർത്തിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പ്യുവർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് പാനോറമിക് സൺറൂഫ്, അതുപോലെ അഗൈൻ 17 ഇഞ്ച് വീൽസ് നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട്. ഡ്യുവൽ സോൺ AC, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തും ആഡ് ആവുന്നത്. ഈ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഫോടൈം സിസ്റ്റം സ്പീക്കേഴ്സൊക്കെ പുറത്തുനിന്ന് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മോഡലായിട്ട് പറയാം. പിന്നെ ഇതിനകത്ത് 3 കളേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നി കാണുന്ന നേരത്തെ കാണിച്ച വൈറ്റ്, പിന്നെ ഇപ്പോൾ കാണുന്ന ഇത് കൂർഗ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു കളറാണ്. പിന്നെ നമുക്ക് പ്യുവർ ഗ്രേ എന്ന് പറഞ്ഞ കളറും കിട്ടുന്നുണ്ട്. ഈ 3 മാത്രമേ ബേസ് മോഡലുള്ളൂ. സോ ഇതാണ് സിയേറയുടെ ബേസ് മോഡൽ നമുക്ക് കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റിനെ പറ്റി തോന്നുന്നത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഞങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.